സത്യത്തിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അവനെ ഉൾപ്പെടെ താട്ടണം. എത്ര കിട്ടിയാലും മതിയാവില്ല, പാഠം പഠിക്കില്ല എന്ന ദുർബുദ്ധിയോടുകൂടി കിടക്കുന്ന ഒരു പറ്റം റാസ്കൽസിന്റെ നാടാണ് പാകിസ്ഥാൻ. സത്യത്തിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അവനെ ഉൾപ്പെടെ താട്ടണം. ആ പട്ടാള മേധാവിയൊക്കെ മര്യാദ പഠിപ്പിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കണം. എത്രമാത്രം ഞാൻ ആർക്കും കാൽക്കുലേറ്റ് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ആ മുഴുവൻ സീറ്റും മോദി ജയിക്കുമോ സംശയം വേണ്ട. മോദി പറയുന്ന സ്ഥാനാർത്ഥി മുഴുവൻ സീറ്റും ജയിക്കുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ മാറ്റം വന്നിരിക്കുക. അവന്മാരെ നന്നായില്ല. അതാ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനും പാകിസ്ഥാനും കൂടിയുള്ള നന്ദി കെട്ടവന്മാരാണ്. നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു എന്ന് പറയാം, എന്നാൽ അവസാനിച്ചിട്ടില്ല താനും. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് വെടിനിർത്തൽ വന്നതായിരുന്നു. അപ്പോൾ അമേരിക്ക ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് ഇരു രാജ്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് മൂന്നാമതൊരു രാജ്യത്തിൻ്റെ സഹായം ആവശ്യമില്ല, ഈ കാര്യത്തിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളാണ് ആവശ്യമുണ്ട്, അതിൽ മൂന്നാമത് ആൾ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കയും പ്രത്യേകിച്ച് ട്രംപും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള പാകിസ്ഥാൻ സമയം 5 മണി കഴിഞ്ഞു, പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് വീണ്ടും യുദ്ധം ആരംഭിച്ചു. അവർ ഷെല്ലുകളും അതേപോലെ ഡ്രോണുകളും ഇന്ത്യയിലേക്ക് വർഷിക്കാൻ തുടങ്ങി. ഈ കാര്യത്തിൽ പാകിസ്ഥാൻ കാണിച്ച ചെറ്റത്തരത്തെ, യുദ്ധനീതിയെ യാതൊരു തരത്തിലും വാക്ക് പാലിക്കാത്ത പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. ശരിക്കും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ തട്ടണമായിരുന്നു എന്നാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ തീവ്രവാദം നടത്തുന്ന ആളുകൾക്കെല്ലാം തന്നെയുള്ളൊരു പാഠമാണ് ഇന്ത്യയുടെ വിജയം. നരേന്ദ്രമോദി അജയ്യനായിരിക്കുന്നു. നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടിയാൽ, ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും എന്ന് തിരിച്ചടിയെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു. ഇന്ത്യയെ തൊടാൻ ഒരു ശക്തിക്കും ഇനി കഴിയില്ല. ഇന്ത്യ അത്രയും സുരക്ഷിതമാണ്. നരേന്ദ്രമോദി ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സീറ്റുകളും BJPക്ക് അനുകൂലമായി കിട്ടും എന്നാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിൽ പോലും ഒരു ഇലക്ഷൻ നടന്നാൽ BJP വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ യുദ്ധം കൊണ്ട് നരേന്ദ്രമോദിയുടെ പേരും പ്രശസ്തിയും വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ആരാണ്, ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ വിധ്വംസക തീവ്രവാദി ഗ്രൂപ്പുകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഈ കളി ഇവിടെ വേണ്ട മോനെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വാക്കുകൾ കേൾക്കാം. എത്ര കിട്ടിയാലും മതിയാവില്ല, പാഠം പഠിക്കില്ല എന്ന ദുർബുദ്ധിയോടുകൂടി കിടക്കുന്ന ഒരു പറ്റം റാസ്കൽസിന്റെ നാടാണ് പാകിസ്ഥാൻ. അവന്റെ ബൈ ബർത്ത് തന്നെ അവൻ ഇന്ത്യ വിരോധമാണ്, ഭാരതത്തോടുള്ള ശത്രുത. അവൻ ചത്താലും വേണ്ടില്ല ഭാരതത്തെ നശിപ്പിക്കണം. ഇപ്പൊ ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട എന്താ, ഇന്ത്യ സാമ്പത്തിക രംഗത്ത് വലിയ നിലയിൽ മുന്നോട്ട് പോകുന്നു മനസ്സിലായപ്പോൾ അത് തകർക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ ചാടിയത്. ഒന്ന് ആലോചിച്ച്, അതൊക്കെ അവന്റെ ഒരു സ്വഭാവമാണ്. അത് ഈ വർഗ സ്വഭാവമാണ്. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇറാഖ് അല്ല കൊറിയ, ഇതൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളാണ്. അവരൊക്കെ അവിടെ നിൽക്കുന്നത് നമ്മളെ സഹായം. അതായത് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു രാജ്യത്ത് വലിയ ഉരുൾപൊട്ടലും നാശനഷ്ടം ഉണ്ടായപ്പം ആരെ സഹായിക്കാൻ ഇന്ത്യ അല്ലാതെ ആരും പോയില്ല, രാജ്യത്തോടുള്ള അവരുടെ പെരുമാറ്റം കാരണം. ആ രാജ്യവും നമുക്കെതിരായിട്ട് പാകിസ്ഥാനിൽ കൂടി വഴക്കുണ്ടാക്കാന്ന് പറഞ്ഞാൽ ഇവന് വർഗ സ്വഭാവമായി വരുമാനം നന്നാകില്ല. ഇന്നലെ ഏതായാലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെടിനിർത്തം ഉണ്ടായെന്ന് ഞാൻ സന്തോഷിക്കുന്നതേ. കാരണം ഈ റൗഡി സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അവനെ ഉൾപ്പെടെ താട്ടണം, അല്ലാതെ ജനങ്ങളെ തട്ടരുത്, ജനങ്ങളെ കൊല്ലരുതെന്ന് എന്റെ അഭിപ്രായം. ആ പട്ടാള മേധാവിയൊക്കെ മര്യാദ പഠിപ്പിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കണം. അതല്ല സാധാരണക്കാർ ജനങ്ങളിൽ ഉത്തരവാദിയാണ്. ഇപ്പൊ ഒരു 3 രാജ്യങ്ങളായിട്ട് പാകിസ്ഥാൻ മാറാൻ പോകുന്നു എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടുന്ന അഭിപ്രായം. ബാലുചിസ്ഥാൻ മാറി, അവർ സ്വന്തം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പൊ തന്നെ പാകിസ്ഥാൻ 2ആയി, ഒന്നുകൂടെ പിരിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവന്മാരെന്നാലും നന്നായി പഠിക്കുകയില്ല. വെടിനിർത്തം പ്രഖ്യാപിച്ച് 5 മണിക്ക് വെടിനിർത്തം എന്ന് പറഞ്ഞ് വെടിനിർത്തം നമ്മള് മര്യാദ കാണിക്കുക. നമ്മുടെ ഒരു സ്വഭാവം, നമ്മളെ പട്ടാളം ചെയ്ത് എന്താ, അവിടെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്ത്, അതല്ലാതെ സാധാരണക്കാരെ ഉദ്ധരിച്ചില്ല. പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താ, നമ്മുടെ കാശ്മീർ ബോർഡറിലുള്ള നമ്മുടെ നിരപരാധികളായ ആളുകളെ കൊന്നുകൊടുക്കുക. അതാണ് അവന്റെ ശ്രമം. ഇന്നലെ 5 മണിക്ക് വെടിനിർത്തം വന്നപ്പം സാമാന്യ വിലയ്ക്ക് പ്രശ്നം തീർക്കണ്ടേ. ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞ ഷെൽപ്രയോഗം നടത്തിയല്ലോ. അതായത് വെടിനിർത്തൽ നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ആ വെടിനിർത്തലിന് ശേഷവും വീണ്ടും ഷെൽപ്രയോഗം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ വർഷിക്കുന്ന പാകിസ്ഥാന്റെ സ്വഭാവം എന്താ, അതായത് അവിടെ ഒരു നേതാവില്ല,
ഒരു നേതാവ് പറയുന്നത് കേൾക്കാൻ ആളില്ല. അമ്മനും ആശാനും ഇല്ലാത്തൊരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. അവരെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ള വേറെ മാർഗമില്ല. അവരെ മര്യാദ പഠിപ്പിക്കാൻ നമ്മുടെ ജോലിയല്ലല്ലോ. നമുക്ക് ചെയ്യാവുന്നത് എന്താ? പാക് അധിനിവേശ കാശ്മീർ നമ്മുടെതാണ്. ആ പാക് കാശ്മീർ കംപ്ലീറ്റ് തിരിച്ചെടുത്തിട്ട് അവിടെ എന്ത് ബോർഡർ സ്ട്രോങ് ആക്കുക, ഇവിടെ കയറിയ സൂക്കർ തീർത്ത് വിടുക. അവൻ എന്നും നടക്കട്ടെ അവിടെ കിടന്ന്, നമ്മൾ അങ്ങോട്ട് നോക്കാനേ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. മനുഷ്യനെ കൊല്ലുന്നതോട് ചോദിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വെടിനിർത്തുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. ഏത് മനുഷ്യനാട്ടെ, ഒരു മനുഷ്യൻ ജീവിയെ കൊല്ലുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതുകൊണ്ട് സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും മാന്യത ഭാരതം കാണിച്ചു, ഏറ്റവും മാന്യത. ഇതുകൊണ്ട് മാന്യത കാണിക്കാനില്ല. ആ മാന്യത അംഗീകരിക്കാത്തവരൊക്കെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ലെന്ന എനിക്ക് തോന്നുന്നതെന്ന അഭിപ്രായം കൂടെ രേഖപ്പെടുത്തുന്നു. ഓക്കെ. അതായത് ഈ യുദ്ധത്തിലൂടെ ഇന്ത്യ എന്താണ് തെളിയിച്ചിട്ടുള്ളത്? ഇന്ത്യ തെളിയിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ ആരോഗ്യരംഗത്ത്, സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, ലോകത്തിലെ പട്ടാള അധികാര സ്ഥാപനങ്ങളിലും നമ്മൾ ഏറ്റവും മുൻപന്തിയിലാണ്. ഏറ്റവും വലിയ മുൻപന്തിയിലായ ഒരു യുദ്ധത്തിൽ വന്നാലും നേരിടാൻ കഴിവുള്ളവരാണ്. ലോകത്തിൽ ഏത് രാജ്യം ഇന്ത്യയോട് കടപിടിക്കാൻ വന്നാലും ഇതെന്ന പ്രശ്നമില്ല. ചേരിനെ മര്യാദയ്ക്കാൻ, ചേരി എന്താ മര്യാദയ്ക്കാൻ കാരണം? നമ്മുടെ ശക്തി മനസ്സിലായി, മര്യാദയ്ക്കാൻ നല്ലതെന്നവന് മനസ്സിലായി. നമ്മളോട് സൗഹൃദത്തിൽ പോയാൽ അവന് സാധനങ്ങളും വിറ്റഴിക്കാൻ പറ്റുമെന്നവന് മനസ്സിലായി. ആ നിലയിൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമുക്ക് ഇന്ത്യക്ക് നല്ല വില ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ ബഹുമാനോട് പ്രധാനമന്ത്രി മോദിജി, അതുപോലെ പ്രതിരോധ മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അഭിനന്ദിച്ച് വെച്ചേ മതിയാവും. അമിത്ഷായി ഉൾപ്പെടെ എല്ലാവരും അഭിനന്ദിച്ച മതിയാവും. ഒക്കെ അപ്പുറത്തായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, 2 പെൺകുട്ടികളാണ് നമ്മുടെ പട്ടാളത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ അറിയിച്ചു. അതിലൊന്നും ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ കുട്ടികളോട് 2 പേരോടുള്ള നമ്മുടെ സ്നേഹം അതും പരസ്യം പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മോദിയുടെ സ്ഥാനം ഈ യുദ്ധത്തിന് ശേഷം എത്രമാത്രം ഗ്രാഫ് ഉയർന്നു? എത്രമാത്രം ഞാൻ ആർക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ആ മുഴുവൻ സീറ്റും മോദി ജയിക്കുമെന്ന് സംശയം വേണ്ട. മോദി പറയുന്ന സ്ഥാനാർത്ഥി മുഴുവൻ സീറ്റും ജയിക്കുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ മാറ്റം വന്നിരിക്കുക. കുശുമുകുന്നായ്മയുടെ കോൺഗ്രസുകാർ നടന്ന ആരും കിട്ടുക കൂട്ടത്തിൽ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവൻ ചെയ്യുന്ന പ്രധാനമന്ത്രി പിന്തുണ എന്ന് പറഞ്ഞു. പക്ഷെ താഴെ കടയിലോട്ട് അടികൾ കടയിൽ നിന്നാണ് പറഞ്ഞത് ശരിയല്ലെന്ന്. അവൻ 2 വട്ടം കളിയായിരുന്നു, എന്തുകൊണ്ടാ പോട്ടെ. പക്ഷെ എന്നാലും ഒരു രാജ്യത്തിൻ്റെതായ മാന്യത നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞ അഭിമാനമുണ്ട്. ഈ കേരളത്തിൽ ഈ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് ഈ യുദ്ധത്തിന്റെ പ്രത്യേക അവസരത്തിൽ? യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളം ഭരിക്കുന്നത് കാണാൻ കഴിയും. ഈ സീറ്റ് കോൺഗ്രസിന് കൊടുത്തുന്നത് കേരളത്തിൽ ജനങ്ങൾക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ലല്ലോ. 6 ലക്ഷം കോടി രൂപ കടത്തി കിടക്കുന്ന ഇന്ത്യ, ഈ കേരള സംസ്ഥാനം എവിടെ പോയി നിൽക്കും? പട്ടിണിയിലേക്ക് പോകാൻ പോവാണ്. കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യം വലിയ വല്ലതും ഉണ്ടോ? റേഷൻ കണക്കിന് കേന്ദ്രം തരണം. അരിയില്ല, അരി തരുന്ന കേന്ദ്രം തരണം. ഇവിടെ നെല്ല് മേടിക്കാൻ കാശ് കൊടുക്കാൻ ഇവരുടെ കാശില്ല. 6 ലക്ഷം കോടി കടമായിട്ട് കിടക്കുന്ന ഇവനെ പറ്റി എന്താ വർത്താനം പറയാനാ? ഇതിനെ പറഞ്ഞാൽ നാണക്കേടാ എന്റെ അഭിപ്രായത്തില്. പറയുമ്പോ എന്താ 6 ലക്ഷം കോടി കടം പറയുന്നത് എന്താ? ഞാൻ ഈ ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ 2016 വലിയ കടമേറ്റതായിട്ടാണ് ഞാൻ അധികാരം ഏറ്റതെന്ന് പറയുന്ന ഉടുപ്പ് വേണ്ടത്. അത് പഠിച്ചു മാറി. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലം കഴിയുമ്പോൾ, അതായത് EMSന്റെ കാലം മുതലുള്ള, അപ്പൊ 57, 67, 77, 87, മനസ്സിലായില്ലേ? 97, 107 വരുമ്പോ 56 കൊല്ലോ മറ്റോ കഴിഞ്ഞ്, അതായത് 1,57,000, മനസ്സിലായില്ലേ കടം? ആകെ മനസ്സിലായില്ലേ? EMSന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ 2016 വരെയുള്ള കടം ആകെ 1,57,000 കോടി രൂപ. മനസ്സിലായോ? ആ സ്ഥാനത്ത് ഇപ്പൊ എത്രയാ? 9 കൊല്ലം കൊണ്ട് 6 ലക്ഷം കോടി രൂപ. 6 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ 1,57 പോയിട്ട് 4,33 4 ലക്ഷം 4 ലക്ഷം രൂപ അടുത്ത്. ഉമ്മൻചാണ്ടി ഏറ്റെടുക്കുമ്പോൾ 88,000 കോടി രൂപയായിരുന്നു. ഇപ്പം 6.5 ലക്ഷം കോടിയാണ് ഇപ്പം കടം. അപ്പൊ പിന്നെ കൊണ്ട് വർത്താനം പറയണം നമ്മള്. എന്ത് പറയുന്നു? ഞാൻ IMF ഉൾപ്പെടെ എല്ലാ കണക്കും വെച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച്, ഈ രാജ്യം കുട്ടിച്ചോറാക്കിയെങ്കില് അതെങ്ങനെ? പിണറായിയുടെ വണ്ടി പോകുന്നതിന് എത്ര രൂപ ചെലവ് ദിവസം?
30 അടി വേണം കൂട്ടത്തിൽ പോകാൻ. പേടിയായി. ആരെയാണ് പേടിക്കുന്നത്? ആളെ ആക്കുമല്ലോ. അല്ല, ഏറ്റവും രസകരമായ കാര്യം ഈ കേരളം 2 വർഷം മുമ്പ് 2023 10 കോടി റുപ്യ തുർക്കിക്ക്, ഈ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്ക് അവിടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. പോരെ. അപ്പൊ കേരളത്തിന്റെ ഗതി എന്താ? കേരളത്തിന്റെ മാനസികത എന്താ? തുർക്കിക്ക് നമ്മൾ കാശ് കൊടുക്കാന്ന് ഞാൻ മര്യാദയല്ലേ? ആ തുർക്കി ഇപ്പോഴും തന്നെ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുന്ന പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറായി വന്ന വളരെ ചുരുക്കം രാജ്യങ്ങൾ വന്ന തുർക്കി. ആ തുർക്കിക്ക് കേരളത്തിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ മര്യാദ? മര്യാദയില്ലാത്തവന്മാരാണ്. ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ചല്ലോ, ഉരുൾപൊട്ടലും കണക്കോ ബുദ്ധിമുട്ടുണ്ടായപ്പം സഹായിക്കാൻ ഇന്ത്യ മാത്രമാണ് ചെന്നത് ആകെ. കേരളം 10 ലക്ഷം കോടി കൊടുത്തത്. അപ്പോ ആ നന്ദികേട് കാണിക്കുന്നവരെ ഇവൻ നന്ദി കെട്ടവന്മാരാണ്. അവന്മാരെ നന്നായില്ല. അതാ പാകിസ്ഥാൻ ഇപ്പോഴുള്ള പാകിസ്ഥാനും പാകിസ്ഥാനും നന്ദി കെട്ടവന്മാരാണ്. അവന്മാര് മനുഷ്യത്വം ഇല്ലാത്തവന്മാരാണ്. കേരളത്തിലെ ഏറ്റവും തീവ്രവാദത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ഒരാളാണ് പി.സി. ജോർജ്. ഈ യുദ്ധത്തിലൂടെ എന്താണ് തീവ്രവാദികൾക്ക് കിട്ടുന്ന പ്രഹരം? അതായത് എനിക്ക് ഏറ്റവും നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനും അദ്ദേഹം ഉറച്ചു നിന്ന് പോരാടി പട്ടാളത്തിന് നമ്മൾ ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മര്യാദ എന്താ? തീവ്രവാദികളെ മുഴുവൻ 5ഓളം അറിയപ്പെടുന്ന തീവ്രവാദികളെ കൊല്ലാൻ പട്ടാളത്തിന് കഴിഞ്ഞു. നമ്മുടെ പട്ടാളത്തിന് നാട്ടുകാരെ കൊന്നില്ല. പട്ടാളം തീവ്രവാദികളെ മാത്രം ഉന്മൂലനം ചെയ്യാതെ ഒരു 2 ദിവസം കൂടെ എന്തായാലും പാകിസ്ഥാൻ കാണുകയായിരുന്നു. അതിൽ ഞാൻ ഒരു നിർത്തി എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനുമാണെങ്കിൽ ഒരു രാജ്യമല്ല, നശിക്കാതിരിക്കട്ടെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷെ അവർ നശിച്ച ജീവൻ നിർബന്ധമായിട്ടാണെങ്കിൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ 5 മണിക്ക് വരുന്നിടത്ത് പ്രഖ്യാപിച്ച രാത്രി 10 മണിക്ക് ഷെല്ല് വെറുതെ നമ്മുടെ ഇന്ത്യൻ മണ്ണിലേക്ക് അടിക്കുക എന്നതിനൊക്കെ മര്യാദയുള്ള. അത് അവിടെ നിയന്ത്രിക്കാവുന്ന ആളില്ലെന്ന് എല്ലാവരും അണ്ടറകളവൻ ചന്തയാണ്. ആ ചന്തക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് സൂക്ഷിക്കണം.